രാത്രി സുഖകരമായി ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണല്ലേ. എന്നാൽ ചിലരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിയാകുമ്പോൾ ഉണർന്നു പോകും. പിന്നെ ഒരു 3 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും എല്ലാം കിടക്കും. 3 മണി കഴിയുമ്പോൾ പിന്നെ അങ്ങ് കുറെ രാവിലെ വരെ അങ്ങ് ഉറക്കം കിട്ടുകയും ചെയ്യും. ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. സാധാരണ ഇത് ഉറക്കത്തിന്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചൈനയിൽ അവരുടെ ഏഷ്യന്റ് മെഡിസിൻസിൽ, അതായത് പുരാതന ചൈനീസ് മരുന്നുകളിൽ അവർ വിശ്വസിക്കപ്പെടുന്നത് ഇത് നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ്. അമിതമായിട്ട് കരളിന് ഉണ്ടാകുന്ന താളപ്പിഴകൾ ഉണ്ടാകുന്ന അവസ്ഥ, ഒന്ന് ക്രോണിക് സ്ട്രെസ്, അതായത് അമിതമായിട്ടുള്ള ഓവർ ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഉറക്കം കുറയുന്നതിന് കാരണമാകും. കൂടാതെ കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും കഴിച്ച് വ്യായാമം ഇല്ലാതെ ജീവിക്കുക, അമിതമായിട്ടുള്ള മദ്യപാനം, ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഓവറായിട്ട് ജ്യൂസുകൾ കഴിക്കുക, രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും രാത്രി ഇത്തരത്തിൽ ഒരു ഉറക്കം കഴിഞ്ഞ് രാത്രി 1 മണിയൊക്കെ ആയിരുന്നാൽ ഉണർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വരാം. കാരണം നമ്മുടെ കരളിനകത്ത് ഓവറായിട്ട് ടോക്സിൻസ് അടിഞ്ഞുകൂടി ഇത് നിങ്ങളുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് കരൾ ശ്രമിക്കുന്നതാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഉറക്കക്കുറവ് എന്നാണ് ചൈനീസ് മരുന്നിൽ വിശ്വസിക്കപ്പെടുന്നത്. ചൈനീസ് വൈദ്യശാസ്ത്രത്തിലെ ഈ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഓവറായിട്ട് ടെൻഷൻ ഉള്ളവർക്ക് രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഉറക്കം കുറയുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും രാത്രിത്തെ ഭക്ഷണം ഒരു 7 മണിക്ക് അവസാനിപ്പിക്കുക, ശരിയായിട്ട് വ്യായാമം ചെയ്യുക, ഇത്തരത്തിലുള്ള ഈ ഭക്ഷണത്തിലുള്ള ഒരു താളപ്പിഴകൾ ഒന്ന് മാറ്റി ക്രമമായിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്ക് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം. ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.